ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ബാൽക്കണി ഗാർഡൻ സെറ്റിംഗ് ആണ് കാണിക്കുന്നത്. കുറച്ച് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്, അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സുകളും പിന്നെ ഒരു സ്റ്റാൻഡിൽ കുറച്ച് പോട്ട്സുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു തെർമോക്കോളിൻ്റെ 2 ബോക്സുകളാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ബോക്സുകളിനെ ഒന്നിച്ച് ജോയിൻ്റ് ചെയ്തൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് പോട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് കുറച്ചുകൂടെ ഹൈറ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പുറത്തേക്ക് ഒന്നുകൂടെ ഷോ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ബാൽക്കണിയുടെ അവസ്ഥ. അപ്പോൾ ഇവിടെ 1-2 ഹാങ്ങിങ് പോട്ട്സുകളുണ്ട്, പിന്നെ മോളുടെ ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഊഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അഴിച്ച് മാറ്റിയിട്ട് പിന്നെ പുറത്തൊരു ഒക്കിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ സ്റ്റഡി ടേബിൾ വെക്കുന്നുണ്ട്, അപ്പോൾ അതൊരു ഡിസ്റ്റർബ് ആകും, അതുകൊണ്ട്. പിന്നെ നമ്മൾ ഹാങ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റിക്ക് ഹുക്കിലൂടെ കടത്തി വിട്ടതാണ്. എന്നിട്ട് അതിൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളതിൽ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്ലവർ സ്റ്റാൻഡ് ഒക്കെ സെറ്റായിട്ടുണ്ട്, അതിൽ പോട്ട്സൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോട്ട്സൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളുടെയൊക്കെ പ്രത്യേകത വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ആവശ്യമുള്ള പ്ലാന്റ്സുകളാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വിരുന്നൊക്കെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ല. പ്ലാന്റ്സ് നമ്മൾ തിരിച്ചു വരുമ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. 3-4 ദിവസം വരെയൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ്സുകളിരിക്കും. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ കാക്ടസ് പ്ലാന്റ്, ഇതിൻ്റെയൊക്കെ പോട്ട് മിക്സ് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രീ കാക്ടസ് പ്ലാന്റ് കളക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു കാക്ടസ് പ്ലാന്റ് ഇപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു ബോൾ കാക്ടസ് വളരെ ചെറുത് വാങ്ങിച്ചതായിരുന്നു, വളരെ കുഞ്ഞതായിരുന്നു. ഇതിൻ്റെ ഒരു ഹാഫ് ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ബാക്കി ഭാഗമൊക്കെ അത് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞു തൈകളൊക്കെ അതിന് വരുന്നുണ്ട്. നല്ലൊരു അട്രാക്ഷനാണ് അതിൻ്റെ ലുക്ക്. ചെറിയ മുള്ളു പോലൊരു സംഭവം, നമ്മൾ കൈ അതിലേക്ക് വല്ലാതെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് ഇറുക്കി പിടിക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയാണ് അത് കാണാൻ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വല്ലാതെ താഴെ വെക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു മോൺസ്റ്റർ അഡൻസോണി പ്ലാന്റ് ഒരു പോട്ടിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇരിക്കായിരുന്നു ആദ്യം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോഴാണ് അത് ഒന്ന് ഹെൽത്തി ആയിട്ട് വന്നത്. അപ്പോൾ അത് ആ ഒരു സ്റ്റാൻഡിലൂടെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മണി പ്ലാന്റ് പോലെയൊക്കെ ഹാങ് ചെയ്തിട്ട് വെക്കാം, ബുഷിയാക്കി നിർത്തുകയൊക്കെ ചെയ്യാം. ഈ ഒരു പോട്ട് ഇത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ അരിയൊക്കെ കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, ആ കവറിൽ 2 കവർ എടുത്തിട്ട് അതിൽ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താണ് ഈ ഒരു പോട്ട്. അതിൽ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് ഫിറ്റോണിയയുടെ ഒരു കുഞ്ഞു തൈ എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനതിന് കിട്ടിയ ഉടനെ പുറത്ത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മഴയും വെയിലൊക്കെ കൊണ്ട് അത് ചീഞ്ഞ് പോകാൻ തുടങ്ങി. പിന്നെയാണ് മനസ്സിലാക്കിയത് അതിന് ഷെയ്ഡാണ് ഇഷ്ടമെന്ന്. അങ്ങനെ അകത്തേക്ക് മാറ്റി വെച്ചപ്പോൾ അത് ഹെൽത്തി ആയിട്ട് വളർന്നുണ്ട്.
ഈ ബട്ടർഫ്ലൈ പ്ലാന്റിനെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ മുറിച്ചിട്ട് അതിൽ ആണ് പ്ലാന്റ് നട്ടിട്ടുള്ളത്. എന്നിട്ട് ആ ബോട്ടിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ടെറാറിയം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പ്ലാന്റ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതിലെ ബോർഡർ ഗ്രാസ് ഒക്കെ അത്യാവശ്യം വലുതായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് നിർത്തണം അതിനെ. ടെറാറിയം മേക്കിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഈ വുഡൻ സ്റ്റാൻഡിൽ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം. ഇതിലെ പ്ലാന്റ്സുകളൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളൂ. ഈ കലാത്തിയ പ്ലാന്റ് നമ്മൾ ഷെയ്ഡിൽ വെക്കുന്നതാണ് അതിന് ഏറ്റവും ഇഷ്ടം. കാരണം ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പ്ലാന്റ്സിൻ്റെ ലീവിന് ആ ലീവ്സിനൊക്കെ നല്ലൊരു ഗ്ലൈസിങ് വന്ന് കിട്ടും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. വെയിലിൽ വെക്കുകയാണെങ്കിൽ അതിന് ഒരു റഫ്നെസ് ആണ് വരുന്നത്. അപ്പോൾ ഷെയ്ഡിലേക്ക് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. പത്ത് മണിച്ചെടിയുടെ പുതിയ തൈ ഇപ്പോൾ നമ്മൾ കമ്പുകൾ മുറിച്ച് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് 10 മണിയൊക്കെ പ്ലാന്റ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. മഴയൊക്കെ കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ 10 മണിച്ചെടിയുടെയൊക്കെ കെയറിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ബാൽക്കണി ഗാർഡൻ. ഇവിടെ ഒരു ടാബ്ലും അതുപോലെ ഒരു ഫാനൊക്കെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റഡി ഏരിയ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മനസ്സ് തുറന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണിത്. അപ്പോൾ ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ് ഈ ഒരു ബാൽക്കണി. അപ്പോൾ ഇവിടെ നിന്നിട്ട് നല്ല കാഴ്ചകൾ കാണാനും നമ്മളെ പൂക്കളുടെയൊക്കെ സ്മെല്ലും അതുപോലെ നല്ലൊരു മനസ്സിന് നല്ലൊരു ശാന്തതയും കുളിർമയും ഒക്കെ ഇവിടെ വന്നിരുന്നാൽ കിട്ടും. നല്ലൊരു ഫ്രീ സ്പേസ് തന്നെയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.